ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയല്ല, അതിൻ്റെ ബാക്കി തൊട്ടുള്ള കുക്കിങ്ങുകളാണ് കാണിക്കുന്നത്. പിന്നെ സൺഡേയിലത്തെ വീഡിയോയും കാണിക്കുന്നത്. സൺഡേ ഞങ്ങളൊരു പുതിയ കേരള സ്റ്റോറിൽ പോയായിരുന്നു, സാക്കിനാക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ആ വീഡിയോയിലൂടെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 ദിവസത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വെജിറ്റബിൾ മാഗി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോയേക്കാം. ഞാനിപ്പോൾ ഒരു സ്വല്പം ഓയിൽ ഒഴിച്ചിട്ട് എൻ്റെ ഇച്ചിരി നമ്മുടെ മട്ടർ ഉണ്ടായിരുന്നു, അതും ഇച്ചിരി ക്യാരറ്റ്, കാബേജ് അതെല്ലാം കൂടെ ഒന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് ഒരു സ്വല്പം ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുത്ത്, എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് പൊടികൾ, ഇച്ചിരി മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി, സ്വല്പം ഒരു പിഞ്ച് ഗരം മസാല, ഇച്ചിരി കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇച്ചിരി നേരം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ആദ്യം ഒന്ന് വേവിക്കുക. പച്ചക്കറിയല്ല, ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരും. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ അത് പിന്നെ നമ്മുടെ മാഗിക്കകത്ത പൊടികളും ചേർത്ത് പിന്നെ ബാക്കി വെള്ളം ഒഴിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ലിവറിൻ്റെ ഇതിട്ടുണ്ടെ എനിക്ക് ജോയിൽ പറഞ്ഞ് ആൻറ്റി ലിവർ റെസിപ്പി കാണിച്ചില്ലെന്നോ അങ്ങനെ കണ്ടാ പറഞ്ഞു തോന്നുന്നു. ഞാൻ പറയുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെ ചോദിച്ചെന്നാൽ എൻ്റെ ഒരു ധാരണ ഓക്കെ, ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെ എന്തൊക്കെ ചേർത്തെന്നുള്ളതും എല്ലാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇതിപ്പോൾ ഒരു 3 പാക്കറ്റ് മാഗിയുടെയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് പിന്നെ മാഗിയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ കൈകൊടി ഇവിടെ ഇവന്മാർക്ക് എങ്ങനെയാണോ ഇങ്ങനെ മുറിക്കാതെ അത് മുഴുവനേ കിടന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ അങ്ങനെയാണ് അവന്മാർക്ക് ഇഷ്ടം. അപ്പം പോൾ മോന് രാവിലെ അവൻ്റെ രീതിയിൽ അവൻ മാഗിയുടെ ഒന്ന് അവൻ തന്നെ അവൻ്റെ രീതിയിലുണ്ടാക്കും. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് അടിയിൽ കുറച്ച് വെള്ളം, ഒരു ഇച്ചിരിയും വെള്ളം നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് തൊടുമ്പോൾ അടിയിലൊരു ഇച്ചിരി വെറ്റുണ്ടെങ്കിൽ ഞാനിതങ്ങ് ഓഫാക്കിയിട്ട് അടച്ചിടും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ ബാക്കി നമുക്ക് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒരു 12 ആകുമ്പോഴത്തേക്കിന് കൊച്ച് കഴിക്കാൻ വരുമെന്ന്. അപ്പോൾ ഞാനൊരു മെഴുക്ക് പുരട്ടി, അത് ഇച്ചിരി കായും ക്യാരറ്റും ഉരുളൻകിഴങ്ങും കൂടെ, അത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെച്ചേ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയും പെട്ടെന്ന് പടാപെട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് പരിപാടികൾ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് വേവിച്ചിട്ട് നമ്മൾ മൊരിച്ചെടുക്കുന്ന ഉടനെ അത്രയും സമയം എടുക്കത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റി അതൊന്ന് മുക്കാലും വെന്തു. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ പാൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഞാൻ ഒരു തോരനും ഒരു മെഴുക്ക് പുരട്ടിയും ചിക്കനും മോരുകറിയും അത്രയൊക്കെ ഉണ്ടാക്കിയുള്ളേ. ഞാൻ ഇതിനകത്തൊരു സ്വല്പം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവർ കൊണ്ടു തന്നത് കൊണ്ട് അതങ്ങ് കാര്യം റെഡിയായി, അല്ലെങ്കിൽ അതും പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഫോൺ ചെയ്തുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിട്ട് അന്നേലും കൊണ്ടു തന്നതുകൊണ്ട് ഞാൻ രാത്രിയിൽ അതങ്ങ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതങ്ങ് ബാക്കി ചെയ്താൽ മതിയായിരുന്നു. ഞാൻ മെഴുക്കോട്ടി അങ്ങ് സ്റ്റാർട്ടിങ് ചെയ്യാൻ കാര്യം, മെഴുക്കോട്ടി നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഇത് മുരിഞ്ഞു വരാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊരു അടുപ്പിലിങ്ങനെ ഇട്ടിരുന്നാൽ മതിയല്ലേ, അങ്ങ് നമ്മുടെ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്ന നേരം കൊണ്ട് ഇത് കിടന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മെഴുക്ക് പുരട്ടി അങ്ങ് ചെയ്യാമെന്ന് വെച്ചത്. അതുപോലെ മോരുകറി ഇന്നലത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട്, മോരുകറിയൊക്കെ നമ്മൾ അന്നേരം ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് തലേന്നേ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം നന്നായിട്ട് അതിരിക്കും. ചൂടോടെ എടുക്കുന്നതും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അന്നേരമാണ് നന്നായിട്ട് കുറുകി നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒന്നും ഒരുവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അന്നേരം ഞാൻ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും കഴിഞ്ഞ് റീച്ചാൻ വരാൻ ലേറ്റ് ആകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് വരുന്നിടം വരെ ഞാൻ ഇരിക്കുക. ഒരു 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രൈസമോനൊക്കെ ഉറങ്ങി. അപ്പോൾ ഞാൻ ചെന്നാൽ ബീൻസ് അങ്ങ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് അത്രയും രാവിലെ എന്തുവന്നാലും റീച്ചാൻ വന്നിട്ടേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. അത്രയും നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ഞാൻ അതങ്ങ് അരിഞ്ഞു വെച്ചു. അപ്പം ഞാൻ തോരൻ വെക്കാൻ സവാള ഇട്ടു, കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാള ഇട്ട് വഴറ്റി. ഞാൻ ആ ബീൻസിൻ്റെ അകത്ത് ഒരു ഇച്ചിരി കൈപ്പിടി സവാളയും ഒരു കൈപ്പിടി തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി കൈയും കൊണ്ടൊന്ന് ഞെവിടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയാണ് ഇതിലിട്ട് വഴറ്റിയത്.
അപ്പം എന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് പോലല്ല, ഇതിപ്പം തേങ്ങയൊക്കെ ഇച്ചിരി നന്നായിട്ട് എനിക്ക് 2 പാചകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ഒന്ന് ചീന്തെടുത്തിട്ടുണ്ട്. തേങ്ങയും അതിൻ്റെ അകത്തിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കൈപ്പിടി തേങ്ങയും സവാളയും ഞാൻ ഈ ബീൻസിൻ്റെ അകത്തിട്ട് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഞെവിടി. അപ്പോൾ ആ ബീൻസൊക്കെ നന്നായി ഉടഞ്ഞ് അതുമായിട്ടൊന്ന് യോജിക്കുമല്ലേ. ഇട്ടിട്ട് പിന്നെ അത് ചീനച്ചട്ടിയിലിട്ട് വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കണം. ഞാൻ പാത്രത്തിൽ ഒരു ഇച്ചിണിയും വെള്ളം ഒഴിച്ച് അതൊന്ന് ഒഴിക്കുന്നുണ്ട്, ആ തേങ്ങ അതൊക്കെ ഒന്ന് പോകാതിരിക്കാൻ. ഇത്രയും. അപ്പോൾ അതുകൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ ഇട്ടേക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ആദ്യം ഹൈ ഫ്ലെയിമിൽ അവിടെ കിടന്ന് നന്നായിട്ട് നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് ഇത്തിരി പുക പോലെ വരും. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചിട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ. ബീൻസിലും വ്യത്യാസം വരും. ചില ബീൻസ് കുഞ്ഞു ബീൻസ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആവി കയറും. അതുകൊണ്ട് അതനുസരിച്ച് ഇത് ചെറിയ തീയിലിട്ടിട്ട് അത് വെള്ളം വിട്ട് അത് കുഴയാനിട വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാനിപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഇനി അതൊന്ന് ഓരോന്നും അന്നേരം ഞാനൊരു പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ മെഴുക്ക് പുരട്ടിയും പാത്രത്തിലാക്കി. പിന്നെ ചിക്കൻ കടുവറുത്തരുന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ കമൻറ്റ് വന്നു, ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ അന്നേരം നമ്മൾ കടുക് വറുക്കുന്നതിന് നല്ല ഗുമുഗുമാ മണം വരുമെന്ന്. അപ്പോൾ കമൻറ്റ് ചോദിക്കുക, അതിൻ്റെ ഗുമുഗുമാ മണം വന്നോന്ന്. വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പപ്പടവും പൊള്ളിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. തോരനും മോരും എല്ലാം റെഡിയായി. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ച് ഏതൊക്കെ അച്ചാറുണ്ട് ആൻറ്റി? ഞാൻ എല്ലാത്തിനെയും പറഞ്ഞോണ്ടേ അവന് ഇഷ്ടപ്പെട്ടത് മാങ്ങ അച്ചാറാണ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയും വീഡിയോ സാറ്റർഡേയിലായിരുന്നു. പിന്നെ ഇനിയും കാണിക്കുന്ന സൺഡേ കാലത്തെയാണ്. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്നത് ആ ഹോളി സ്പിരിറ്റിൻ്റെ അവിടുത്തെ മലയാളി കടയിൽ നിന്നാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിലെ അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ സാക്കിനാക്കിയാൽ അവിടെ ഇച്ചിരി ഏത്തക്കൊക്കെ വിലക്കുറവുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ പോയി ആ കടയിലെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇവിടെ പക്ഷേ അകത്തോട്ട് നമുക്ക് കയറി നിന്ന് സാധനങ്ങൾ നോക്കിയെടുക്കാൻ ഇത്തിരി സൗകര്യക്കുറവുണ്ട്. മറ്റിടത്താണെങ്കിൽ അകത്തോട്ട് നമുക്ക് കയറി നിന്നെല്ലാം നോക്കിയെടുക്കാമായിരുന്നു. അപ്പം എനിക്ക് കപ്പയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പറഞ്ഞ് കപ്പ ഇവിടെ 60, പക്ഷേ കപ്പ ഇവിടെ 60 രൂപയാണ്, അവിടെ 50 ഉള്ളായിരുന്നു. ഏത്തയ്ക്ക 60 രൂപ, മറ്റെടുത്ത് 80 ആയിരുന്നു. കപ്പ വേവുന്നതാണോ? എവിടുന്നാ വരുന്നേ? ये माटुंगा से नहीं आता है, डायरेक्ट आ जाता है। माटुंगा से आता है, माटुंगा से सब पहले वहाँ वसाई में भी होता है। जाना पड़ता है क्या वो लोग लेके आते हैं? क्या जाना पड़ता है क्या लेके आते हैं? डिलीवरी करते हैं? नहीं लेके आते हैं, पापा जाके सुबह जाता है। ये परोठा इधर एलची किधर है क्या? ഇവിടെ പൊറോട്ടയുടെ എവിടെയെങ്കിലും കിടുമോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നല്ല നമ്മുടെ നാട്ടിലെ സോഫ്റ്റ് ലെയർ പൊറോട്ടയാണോ? നമുക്കിപ്പോൾ നോക്കിയിട്ട് പോവാം. മലയാളിക്കടയാണോ? മലയാളിയാണോ? वहाँ पर आपको मिल जाएगा परोठा। वो अमलाबाद में मिलता है, उसका मजा नहीं आता है। वहाँ पे गरम में प्रॉपर बनाता है। बड़ा मट्टी तरुवो वो नहीं, वो लेडीज के लिए अलग रूम है, लेडीज जेंट्स के लिए अलग अलग रूम रहता है। हाँ, दो कितना चाहिए? അവിടെ മൊത്തം കൂടുതലും മലയാളികളാണ്. അപ്പം ഞങ്ങളങ്ങനെ ആ കൊച്ചനോട് ചോദിച്ചുകൊണ്ട് മലയാളി ഹോട്ടലിൽ പോയി. പക്ഷേ കഥ പറയാം പിന്നെ. അപ്പം ഉണ്ണിയപ്പമൊക്കെ നല്ല ഉണ്ണിയപ്പം നമ്മൾ പിന്നെ ഈ കട്ടിയുള്ളതല്ല, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. 10 ഉണ്ണിയപ്പം 70 രൂപ. ഇത് കേക്ക്, വെട്ട് കേക്ക് 6 എണ്ണം 70 രൂപ. നെയ്യപ്പം 4 എണ്ണം 70 രൂപ. അപ്പം ഞങ്ങൾ 2 വെട്ട് കേക്ക് എടുത്ത്. നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ എല്ലാം ആണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ കൂട്ട് നല്ല ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ മറ്റേടത്തുനിന്ന് വാങ്ങിക്കുന്നത് ഇവിടുന്ന് വാങ്ങിക്കുന്നതായിട്ട് നല്ല അന്നേരം ഉണ്ടാക്കുന്ന ഇതാണ്.
ഏത്തയ്ക്ക ഞങ്ങൾ സാധാരണ വാങ്ങിക്കുന്നിടത്ത് 80, ഇവിടെ 60, 3 കിലോ വാങ്ങിച്ചു. ഏത്തയ്ക്ക വേണോടാ? അപ്പച്ചനോട് പറഞ്ഞോ. കപ്പ വാങ്ങിച്ചു. കപ്പ 60 രൂപയാണ്. രാവിലെ വന്നയാന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇച്ചിരി മോടമൊക്കെ കണ്ടിക്കാൻ പറഞ്ഞായിരുന്നു. ബാല് പോലുള്ളത് അതുകൂടെ കൂട്ടിയാണ് അവർ പിന്നെ വെയിറ്റ് എടുത്തത്. അപ്പം ഞാൻ ഇച്ചിരി അത് നമുക്ക് പ്രയോജനവും 2 കിലോ കപ്പ വാങ്ങിച്ചു. ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത്തിരി കൂടുതൽ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വാങ്ങിച്ച് 1 കിലോ കൊച്ചുള്ളിയും ഏത്തയ്ക്ക. കൊച്ചുള്ളി കിലോ 100 രൂപ. അയ്യോ ബില്ല് നാട്ട മൊത്തം നനഞ്ഞ്. അപ്പം എല്ലാം എടുത്തു വെച്ചു. പിന്നെ നെയ്യപ്പവും ഉണ്ണിയപ്പവും കേക്കൊക്കെ പോയ വഴി അറിയത്തില്ല. ഓരോ കേക്ക് മാത്രമേ ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചുള്ളൂ. ഇവിടെ എല്ലാവരും അവിടെ ചർച്ചിൽ ഞങ്ങൾ പോയ കഴിച്ചിട്ട് വന്നു. അപ്പം വൈകുന്നേരമൊക്കെ ആയി ഞങ്ങളിങ്ങ് എത്തിയുണ്ട്. എല്ലാവർക്കും വിശപ്പായി. അപ്പം ഇത് എല്ലാവരും കൂടെ പൊട്ടിച്ച് തിന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഞങ്ങൾ അവിടുന്ന് പൊറോട്ട വാങ്ങിച്ചില്ലേ, അന്നേരം ഇന്നലത്തെ ചിക്കൻ്റെ കറി ഞാൻ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അന്ന് കടുക് വറുത്തോണ്ടേ 2 പാത്രത്തിലായിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തത്. അപ്പോൾ 2 പാത്രത്തിൽ ഞാൻ ഇച്ചേച്ച കടുകിട്ട് അന്ന് യൂസ് ചെയ്യാനുള്ളതിൻ്റെ അകത്ത് കടുക് കൂടുതലിട്ടിട്ട് ഇതൊരു കൊച്ചു പാത്രത്തിൽ കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ ഇതിലിനിയിപ്പോൾ സെപ്പറേറ്റ് കടുക് വറുത്തില്ല. ഞാൻ ഇന്ന് രാത്രിയിലത്തേക്ക് വേണം, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആക്കാമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഞാൻ ഇത്തിരി ചിക്കൻ മാത്രം പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഉരുളൻകിഴങ്ങും സവാളയൊക്കെ വീണ്ടും ഇട്ടിട്ട് അതിനെ ഇത്തിരി നീട്ടി വേറൊരു കറിയാക്കി. അപ്പോൾ ഞാനൊരു 2 സവാളയൊന്ന് വഴട്ടാനെടുത്ത് സവാളയൊന്ന് വാടി വന്നോണ്ടേ ഒരു തണ്ട് കറിവേപ്പിലയിട്ട് കടുകിട്ടില്ല. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും വീണ്ടും ഞാനൊരു ഇച്ചിരി ഗരം മസാല മാത്രമേ ചേർത്തുള്ളൂ. ഈ പൊടികൾ 2 മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഇച്ചിരി കളറിന് വേണ്ടി. കാരണം ചിക്കൻ ഒരിച്ചിരി ചുമന്ന് ഈ കറി ഒരിച്ചിരി യെല്ലോ കളർ ആവാൻ വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനൊരു 3 മീഡിയം സൈസിലെ ഉരുളൻകിഴങ്ങ് കുക്കറിൽ ഒന്ന് വേവിച്ച് എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച്, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും വേണം ഇപ്പോഴും വേണം ആ രീതിയിൽ ഇച്ചിരി ഉരുളൻകിഴങ്ങൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തൊന്ന് ഉടച്ചൊക്കെ കൊടുത്തപ്പം കറി നല്ല കുറുകിയ കറിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഞാനിതിലേക്ക് പിന്നെ ഒരു മുറി തേങ്ങയും കൂടെ അരച്ച് ചേർത്ത്, ആ തേങ്ങയ്ക്കകത്ത് 1 ഏലക്കയും 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പം കിഴങ്ങ് കറി ആണെങ്കിൽ ഈ രീതിയിൽ ഇത്രയും നമ്മൾ ചേർത്തിട്ട് ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം നിർത്താം, അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ബാക്കി ചിക്കനോട് ഇത് ചേർത്ത് മിക്സ് ചെയ്തത് കൊണ്ട് അത് വേറൊരു കറിയായി. അപ്പം ഞാൻ ചിക്കനോട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കാൻ കയറി റേച്ചാനാണ് ആദ്യം അകത്ത് കയറി. ഒരു 2 സ്റ്റെപ്പുണ്ട് ആ കടയ്ക്ക്. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ വെളിയിൽ നിന്നു. റേച്ചാനകത്ത് കയറി ഇത്ര പൊറോട്ട വേണം, എൻ്റെ അടുത്ത് വെച്ച് 3 എണ്ണം വെച്ച് വേണമെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്ക് 5 പേരുടെ കണക്കൂട്ടി പറഞ്ഞു. റേച്ചാനടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ച് നോക്ക് ലെയർ ഉണ്ടോ എന്ന് നോക്കാൻ. ദൈവമേ, ഞാൻ ചെന്ന് നോക്കിയുണ്ടേ എനിക്ക് അന്നേരം അവിടുന്ന് മനസ്സിലായി അത് ലെയർ ഇല്ലെന്ന്. പിന്നെ എന്തോ ചെയ്യാനാ, വേണ്ടാന്ന് പറയാനൊക്കത്തില്ലല്ലേ. പിന്നെ അത് ഗതി കെട്ടത് കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ലെയറും ഇല്ല, സെയിം. പിന്നെ ഞാനത് ഇഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയതുകൊണ്ട് നന്നായി ആവി കയറിയപ്പോൾ ഒരിച്ചിരി സോഫ്റ്റായി. അല്ലാതെ ഒത്തിരി നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലുള്ള ഇതൊന്നുമില്ലായിരുന്നു. ആ കൊച്ചൻ്റെ പറച്ചിൽ കേട്ടണ ഞാൻ ചിന്തിച്ച് നല്ല ലെയർ ആയിരിക്കുമെന്ന്. അപ്പം വേറൊരു ഹോട്ടൽ കൂടെ അവിടെ ഉണ്ട്, ഇനി ഒരു പ്രാവശ്യം പോകുമ്പം അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി എരിവായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.